യെസ്, ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, നോക്കൂ, നാസിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 25 വർഷത്തിന് ഇടയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മെഡിക്കൽ ഇവാക്യുവേഷൻ നടന്നിട്ടുള്ളത്. എന്താണ് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഈ മെഡിക്കൽ എമർജൻസി എന്താണെന്ന് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒരു ക്രൂ മെമ്പർ, ഏത് ക്രൂ മെമ്പറിനാണ് ഈ ഇഷ്യൂ ഉണ്ടായതെന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പേസ് വാക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം മുമ്പ് വളരെ ശക്തമായിട്ടുള്ള ഒരു സോളാർ ഫ്ലെയർ ഉണ്ടായിട്ട് വളരെ ശക്തമായ റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ട്, സോളാർ റേഡിയേഷൻ. അത് നമ്മുടെ ഭൂമിയിൽ വളരെയധികം ചൂടുണ്ടായിരുന്നു. ആ ഒറ്റ ദിവസം നല്ല ചൂടായിരുന്നു. അപ്പോൾ ഈ റേഡിയേഷന്റെ ഇഷ്യൂ കൊണ്ടാണോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തേതായിട്ട് എന്തെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ എന്നുള്ളത് സംശയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. കാരണം 25,000 km/h സ്പീഡിലാണ് അത് ഭൂമിയെ ചുറ്റുന്നത്, 400 കിലോമീറ്റർ ഉയരത്തിൽ. അപ്പൊ തുടർച്ചയായിട്ട് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് പേടകവും അതിലുള്ള മനുഷ്യരും. നമുക്കറിയാം, അവരുടെ മുഖങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രക്തം ഇങ്ങനെ ശിരസിലേക്ക് ഇരച്ചു കയറി ഇരിക്കുന്ന ശുഭാംശു ശുക്ലയൊക്കെ ആ ഒരു ലൈവൊക്കെ കണ്ടപ്പോൾ നമുക്കറിയാം. മറ്റുള്ള ക്രൂവിന്റെ ഒക്കെ നമ്മൾ ലൈവൊക്കെ കാണുമ്പോൾ അവരുടെ മുഖം കടുത്തിരിക്കുന്നതായിട്ട് കാണും. അപ്പൊ ബോഡിയുടെ ഫങ്ഷൻസ്, ഈ നമ്മുടെ മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭൂമിയിൽ പ്രവർത്തിക്കാനാണ്. അതായത് ഭൂമിയിലെ ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കാനാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ മണിക്കൂറിൽ 25,000 km/h പോകുമ്പോൾ ആ മൈക്രോ ഗ്രാവിറ്റിയിൽ ശരീരം എപ്പോഴും ഒരു പലതരം പ്രതിസന്ധികളെ ശരീരം നേരിടുന്നുണ്ട്. അതുപോലെ ശരീരത്തിന്റെ പ്രവർത്തനം മാറി മറിയുന്നുണ്ട്. അപ്പോൾ അത് നിദ്രയെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട്, അസ്ഥികളുടെ ക്ഷയം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ വൾണറബിലിറ്റി ടു ഡിസീസസ്, ഏതെങ്കിലും ബഗ് നമ്മളിവിടുന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൽ ഇതുപോലുള്ള ബഗ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവാക്യുവേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം തൽക്കാലമുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റും മെഡിക്കൽ ഒക്കെ ഉണ്ട്, വളരെ സങ്കീർണമായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അതിനകത്തുണ്ട് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ നേരിടാനായിട്ട്. ഇടപെട്ടോട്ടെ, അതിപ്പം ആ പേടകത്തിൽ നിന്ന്, ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ആ സഞ്ചാരികളെ ബോട്ടിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനിയുള്ള ഒരു നടപടിക്രമങ്ങൾ എന്തായിരിക്കും ഡോക്ടർ? അവരെ ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. സ്പേസ് ക്രാഫ്റ്റ്, ഇപ്പോൾ വന്ന സ്പേസ് ക്രാഫ്റ്റും അതുപോലെ തന്നെ ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ബോഡികളും അതുപോലെ തന്നെ ഈ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യും. ഇവിടുത്തെ സിവിലൈസേഷനുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ആഴ്ചകളോളം അവരെ ക്വാറന്റൈൻ ചെയ്ത് നിരീക്ഷിച്ചിട്ട് പിന്നെ അവർക്ക് ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ 4 പേർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വൾണറബിലിറ്റി ഉണ്ട്. അപ്പൊ അത് എന്ത് ബഗ്ഗാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ആ ബഗ് ഭൂമിയിൽ കാണപ്പെടുന്ന ബഗ് തന്നെയാണോ എന്നുള്ളതും സംശയമുണ്ട്. ഒരു ബഗിന്റെ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൈറസോ ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപായമാണെങ്കിൽ. അപ്പൊ അതിനെക്കുറിച്ച് അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ടോ അത് മറച്ചു വെച്ചിരിക്കുകയാണ്, അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഈ വരുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ആർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ 4 പേരെയും ഇവാക്യുവേറ്റ് ചെയ്തത്. പൂർണ്ണമായിട്ടും ആ ടീമിനെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്തത് കാരണം അതായിരിക്കണം. അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്, അവിടെ ഇനിയിപ്പം ബഗിന്റെ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഫ്യൂമിഗേറ്റ് ചെയ്യാതെ ഒന്നും സ്പേസ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ അവിടെ അങ്ങനെ ഒരു വൾണറബിലിറ്റിയും നിലനിൽക്കുന്നുണ്ട്. ഇത് സ്പേസ് പ്രോഗ്രാമിന്റെ ഒരു പ്രശ്നമാണ്. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൗത്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതുപോലെ ഭൂമിയുടെ പരിസരം വിട്ട് പോകുന്ന തരം ദൗത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. റേഡിയേഷനാണ് മറ്റൊരു കാര്യം. സോളാർ റേഡിയേഷൻ ഭൂമിയുടെ കവചമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പതിക്കുകയാണ്. ഈ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റേഡിയേഷൻ തന്നെയാണ്. അപ്പൊ റേഡിയേഷൻ അവരെ ബാധിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം ദൗത്യങ്ങൾക്ക് പുറപ്പെടുന്നത് തന്നെ. ഏതായാലും കുറച്ചു കാലത്തേക്ക് അവര് സ്പേസ് വാക്ക് ബാൻ ചെയ്തിരിക്കുന്നു. അതെന്തോ ഒരു സൂചകമാണ്. സ്പേസ് വാക്കിന്റെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എക്സ്റ്റേണൽ എൻവയൺമെന്റ്, സ്പേസ് സ്റ്റേഷന് പുറമേ നിന്നുള്ള എന്തോ പ്രശ്നമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം, അതായത് മറ്റ് സ്പേസ് ഡെബ്രി കൊണ്ടുള്ള അപകടം. സ്പേസ് ഡെബ്രി എന്ന് പറയുമ്പോൾ മിസൈലിന്റെ വേഗതയിലാണ് അവിടെ ഈ സ്പേസ് ഡെബ്രി, അതായത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട സ്പേസ് ക്രാഫ്റ്റിന്റെ ഭാഗങ്ങൾ, സാറ്റലൈറ്റിന്റെ പീസസ്, ഇവിടെ പല രാജ്യങ്ങളും പൊട്ടിച്ചെറിച്ച സാറ്റലൈറ്റിന്റെ പീസസ്, റോക്കറ്റ് ഭാഗങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. 5000-10,000 വലിയ പീസസ് തന്നെ ഉണ്ട് തൊട്ടടുത്ത്. ലക്ഷക്കണക്കിന് ചെറിയ പീസസും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം വൾണറബിലിറ്റി ഉള്ള കാര്യം
യെസ്, തീർച്ചയായിട്ടും. ഇനി നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ അവിടെ സ്പേസ് സെന്ററിൽ വരികയാണെങ്കിൽ അവിടെ നിലവിലുള്ളവർക്കും അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളല്ലേ? ഇനിയും കുറേ നാളുകളിലേക്ക് ഈ ബഹിരാകാശ പരിവേഷണം തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഡോക്ടർ രാജഗോപാൽ കാമത്ത്? ഇതൊക്കെ ഊഹങ്ങളാണ്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ എന്നൊക്കെ ഉള്ളത് ഊഹങ്ങളാണ്. അതുപോലെ ഇനി എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, അതായത് അവിടെ സ്പേസ് സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ പ്രശ്നമാണ്. കാരണം അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ കുറച്ചൊക്കെ നാളത്തേക്ക് ആ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. റേഡിയേഷന്റെ പ്രശ്നമാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം ഇത് അതിന്റെ മൊത്തം സ്പേസ് പ്രോഗ്രാമിന്റെ വൾണറബിലിറ്റിയെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ആ റിപ്പോർട്ട് അവർ പുറത്തു വിടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പേ അറിഞ്ഞാൽ എന്താ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ. ഏതായാലും അവിടെ വെച്ച് തീർക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം മിനിമം ഒരു ജീവൻ നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും സ്പേസ് സ്റ്റേഷനിലുണ്ട്. അത് മാത്രമല്ല പെട്ടെന്നുള്ള എമർജൻസി കൈകാര്യം ചെയ്യാനുള്ള ഒരു ആശുപത്രി പോലെ തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. അവരെ തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടെ ഹാർട്ട് ബീറ്റും ECGയും എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലഡ് സാമ്പിളുകളും യൂറിൻ സാമ്പിളും എല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ്. പക്ഷെ എന്നിരിക്കലും അതിന് ഉപരിയായിട്ട് എന്തോ സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കാർഡിയോ വാസ്കുലർ ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ സർജറി ഒഴികെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കും. കാരണം അതിനുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം മാസങ്ങളോളം അവര് സ്പേസിൽ കഴിയേണ്ടവരല്ലേ. അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ്സും ട്രെയിനിങ്ങും മിനിമം ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടാണ് വിടുന്നത്. പിന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു പറ്റം ഡോക്ടർമാര് ഗ്രൗണ്ടിലുണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഇതെന്താണെന്ന് കണ്ട് മനസ്സിലാക്കണം. ഇത് ഭാവി സ്പേസ് പ്രോഗ്രാംസിന്റെ ഭാവി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് അവര് വളരെ സൂക്ഷിച്ചത്. നമുക്കിപ്പോ മൂൺ മിഷൻ വരുമല്ലേ, കുറച്ച് നാളിനകം മൂൺ മിഷൻ വരുവാണ്. അപ്പൊ മൂൺ മിഷൻ വരുമ്പോൾ ഇതിന്റെ വൾണറബിലിറ്റിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദിയുണ്ട് ശ്രീ രാജഗോപാൽ കാമത്ത് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ രശ്മിയിലേക്ക് പോവുകയാണ്. രശ്മിക്ക് തുടരാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ നിലവിൽ പേടകം ഷിപ്പിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിപ്പിലേക്ക് റിക്കവറി ടീം ഷിപ്പിലേക്ക് മാറ്റിയാൽ മാത്രമേ ഹാച്ച് തുറന്നുകൊണ്ട് ഈ ദൗത്യ സംഘത്തിലുള്ളവരെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയൂ. നിലവിൽ നാസ പറയുന്നത് ഈ ക്രൂ 11 ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഇവർ ഈ ദൗത്യം ഫെബ്രുവരിയിൽ തിരിച്ചെത്തേണ്ടിയിരുന്ന ദൗത്യസംഘം ജനുവരിയിൽ തന്നെ മടങ്ങിയെത്തുന്നതെന്നാണ് നാസ അറിയിക്കുന്നത്. നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല. എന്നാൽ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇവരെ തിരിച്ചെത്തിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം പകുതിയിൽ നിർത്തി തിരിച്ചെത്തിക്കുന്നത് ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല, എന്നാൽ മോശമായതിനെ തുടർന്ന് തന്നെയാണ്. ഭൂമിയിൽ എത്തിച്ചാൽ മാത്രമേ പൂർണ്ണമായും പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ.